ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചിയെ എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് കമൻസ് ഇട്ടവർക്കും എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. വീണ്ടും നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ കൂടെ അറിയിക്കണേ. അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ പ്രീസമോൻ്റെ ഫസ്റ്റ് ടൈം എക്സാം കഴിഞ്ഞായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഓപ്പൺ ഹൗസൊക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ പോയായിരുന്നു കഴിഞ്ഞ ദിവസം. അതിൻ്റെ അപ്പോൾ ഇവർ ഇങ്ങനെ ഈ ചില സമയത്ത് പഠിക്കാതിരിക്കുമ്പം നമ്മൾ പറയും, നീ പഠിച്ചാൽ നിനക്ക് എന്തെങ്കിലും കൊച്ചു ഗിഫ്റ്റ് തരാം അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അവർക്കതൊരു എൻകറേജ് ആയിട്ട് അങ്ങനെ പഠിക്കും, അതിന് വേണ്ടിയെങ്കിലും. പിന്നെ അവർ വലുതായി കഴിഞ്ഞാൽ അവരുടേതായ രീതിയിൽ നമ്മൾ എത്ര കിടന്നടിച്ചാലും അടിക്കുമല്ല, നമ്മൾ എത്ര അടിച്ച് പറഞ്ഞാലും അവർക്ക് മനസ്സുണ്ടെങ്കിലേ അവർക്ക് പഠിക്കാനൊക്കത്തുള്ളൂ. അപ്പം കുഴപ്പമില്ല. കാരണം ഇവർ മറാഠിയും ഹിന്ദിയും ആ കുഴപ്പം. ബാക്കിയല്ല നമുക്ക് ഓറലങ്ങ് ചോദിച്ചാൽ മതി, പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ മറാഠി ഹിന്ദിയൊക്കെ അവൻ ഓറലെല്ലാം പറയും, എഴുതുമ്പം സ്പെല്ലിങ് മിസ്റ്റേക്കൊക്കെ ആയിരിക്കും. പ്രാവശ്യമാണെങ്കിൽ ഞാൻ ഇരുത്തി പേപ്പറിൽ എഴുതിപ്പിച്ച് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നമുക്ക് എല്ലാ അമ്മമാരും ഇത് തന്നെ, വീട്ടു ജോലി, യൂട്യൂബിൻ്റെ വീഡിയോ ഇടണം, പിന്നെ ഇവൻ്റെ പുറകെ ഇരിക്കണം. ആ സമയത്തൊക്കെ അവരെക്കായി സ്ട്രെസ് എനിക്കായിരുന്നു. രാത്രിയിലും എനിക്ക് ഇങ്ങനെ പകലൊക്കെ ഇരുന്ന് ഇത്രയും സ്ട്രെസ് ചെയ്ത് എനിക്ക് തലവേദന അങ്ങനെ ഭയങ്കര പ്രശ്നം. പക്ഷേ അതിൻ്റെ പ്രയോജനം ഉണ്ടായി. പ്രാവശ്യം മറാഠിക്ക് കുഴപ്പമില്ല, മാർക്കുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം എന്നെ ഓരോന്നൊക്കെ പറയുമായിരുന്നു. ഞാനിരുത്തി എഴുതിപ്പിച്ചിട്ട് അത്രയും ഞാൻ ആദ്യമൊന്നും ചെയ്യത്തില്ല. ഇവനിങ്ങനെ ഓറൽ പറഞ്ഞാൽ എൻ്റെ ചിന്ത എഴുതുന്ന പിന്നല്ലേ നമ്മൾക്ക് മനസ്സിലായത്. അപ്പം പേപ്പർ നോക്കിയോണ്ട് ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഓപ്പൺ ഹൗസിൽ എന്നുണ്ടെങ്കിൽ ഇവൻ പറഞ്ഞായിരുന്നു ഞാനും വരുന്നെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവന് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് സത്യത്തിൽ അവൻ്റെ യൂണിഫോം 2 ജോഡി ഞാൻ എടുത്താൽ കഴുകാനിട്ടായിരുന്നു. കാരണം ഇനി കുറേ ദിവസം കഴിഞ്ഞല്ല ഉള്ളതെന്നും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് യൂണിഫോം ഇല്ലാത്തതുകൊണ്ട് റീച്ചാൻ കൊണ്ടില്ല. റീച്ചാൻ പറയുന്നത് പിള്ളേർ യൂണിഫോം ഇല്ലാതെയും വന്നിട്ടുണ്ടായിരുന്നെന്ന്. അപ്പോൾ പിള്ളേരുടെ കൂടെ ചെന്നിരിക്കുമ്പോൾ ടീച്ചർമാർ ഈ പേപ്പറൊക്കെ കൊടുത്തിട്ട് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ പറയുന്നു. അതൊക്കെ ആകുമ്പോൾ നമുക്കതൊരു നല്ല കൊച്ചുങ്ങളോട് കേൾക്കുമെന്നുള്ള. അപ്പോൾ ടീച്ചർ പറഞ്ഞു അവൻ ക്ലാസ്സിൽ പേടിച്ചാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ അവന് പേടിയാണ്. പക്ഷേ ആൻസറൊക്കെ പറയും, എന്നാലും അവനൊരു ഒരു പേടി പോലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയും, ഇനി അടുത്ത ഓപ്പൺ ഹൗസിന് ഇവരെയും കൂടെ കൊണ്ടുപോകണം, അവരും കേൾക്കട്ടെ ടീച്ചർ പറയുന്നത് എന്തോന്ന്. അപ്പോൾ ടീച്ചർ പറഞ്ഞു വീട്ടിൽ കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ ഭയങ്കര വീട്ടിൽ ഇവൻ പോൾ എന്തെങ്കിലും പറഞ്ഞാൽ എന്തായിട്ട് ആ പോളിന് മറുപടി കൊടുക്കുക. നിങ്ങളും കണ്ടിട്ടില്ലേ വീഡിയോയിൽ. ക്ലാസ്സിൽ ഇവൻ പൂച്ചയെന്ന് വെച്ചാൽ പൂച്ച. ഞാൻ പറഞ്ഞു, ഏട്ടാ നിനക്ക് കൂട്ടുകാരും ഇല്ലയോ? അതൊക്കെയുണ്ട്. ടീച്ചർ ഇവനൊരു പേടിയാണെന്നാണ് പറയുന്നത്, അങ്ങ് അമങ്ങിയിരിക്കുമെന്ന്. ഇവിടെ നിന്നാണ്ട് ഓൺലൈൻ ക്ലാസ് നടന്ന ഉള്ള കൊച്ചുങ്ങളെല്ലാം ഓരോന്നൊക്കെ മിസ്സിനോട് ചോദിക്കുന്നുണ്ട്. എല്ലാം പറയും. ഇവനെന്ന് പറയുന്നത് എഴുതാനുള്ളൂ, പെട്ടെന്ന് പടാപട്ട എഴുതി, ഹാൻഡ് റൈറ്റിങ് നല്ലതല്ല, എഴുതിയിട്ട് അവനവിടെ ഇരുന്ന് അവൻ്റെ ലോകത്തേക്ക് പേനയും കൊണ്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനല്ല ഏട്ടാ. ഞാൻ എന്നിട്ട് ചോദിക്കുകയും ചെയ്തേട്ടാ, കൊച്ചുങ്ങളെല്ലാം എന്തെല്ലാം ചോദിക്കുന്നേടാ, നിനക്ക് ചോദിക്കുക ഒന്നുമില്ല ഇവിടെ, എന്തെങ്കിലുമൊക്കെ ചോദിയിടാ. എന്നിട്ട് അന്ന് അഖിൽ പറയുകയും ചെയ്താൽ ചേച്ചി വലുതാകുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ അങ്ങ് നല്ലതാവുമെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു, ഏട്ടാ നിനക്ക് സമയമുണ്ടല്ലേ. ഇപ്പം എഴുതോയാന്ന് തോന്നുന്നു ചോദിച്ചത്. ചേച്ചി ഇവർക്ക് ഇപ്പോഴും പെൻസിലും കൊണ്ടാന്നോ പേനയും കൊണ്ട് പേന തുടങ്ങിയില്ലേന്ന്. പക്ഷേ അവർക്ക് ദീപാവലി അവധി കഴിഞ്ഞിട്ട് സ്കൂൾ ഓപ്പൺ ചെയ്ത സമയം തൊട്ട് പെന്നും കൊണ്ടാക്കി. അവർക്ക് പെന്നാണ് എഴുതേണ്ടത്, ബോൾ പെൻ യൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പം അതുകൊണ്ടും ഇതാ പെൻസിലാണെങ്കിൽ തെറ്റുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാമല്ലേ. ഈ പേനയാകുമ്പം ഒത്തിരിയൊന്നും നമ്മൾ സൂക്ഷിച്ച് എഴുതിയില്ലെങ്കിൽ ഒത്തിരി വെട്ടിക്കൂട്ടാനൊന്നും ഒക്കത്തില്ലല്ലേ. അങ്ങനെയുള്ളൊരു പേടിയിലിരിക്കുമായിരുന്നു. പിന്നെ ഇപ്പം കുഴപ്പമില്ല, അങ്ങ് ശീലമായി. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ കാണുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. രാവിലെ ചായയൊക്കെ റെഡിയായി, ചായയൊക്കെ നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇനി അതൊന്ന് ആറ്റിച്ച് എല്ലാവർക്കും കൊടുക്കട്ടെ. എല്ലാവർക്കും അല്ല, ഞങ്ങൾ 3 പേരും എടുക്കട്ടെ.
അപ്പോൾ രാവിലെ ഞാൻ ചപ്പാത്തിക്ക് വേണ്ടി ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ ഈ ചീനച്ചട്ടി തന്നെ ആ ഉരുളൻകിഴങ്ങ് ചിലപ്പോൾ ഞാൻ ഉരുളൻകിഴങ്ങ് ഇതിൽ തന്നെ ഇട്ട് ഇങ്ങനെ വേവിക്കാതെ അങ്ങ് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് അതിൽ തന്നെ ഇട്ടങ്ങ് വേവിക്കും. ഇന്ന് പക്ഷേ ഞാൻ ചെയ്തതെന്ന് പറയുന്നത് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പും ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് ഈ ഉരുളൻകിഴങ്ങ് മുക്കാലും ഒന്ന് വേവിച്ചതിന് ശേഷം പിന്നെ ഇച്ചിരി അതേ ചീനച്ചട്ടി തന്നെ ഇത്തിരി ഓയിലൊഴിച്ച് ഇത്തിരി മുളക് പൊടി ഇട്ടിട്ട് ആ വെന്ത ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റേച്ചാൻ ഇന്ന് പ്രൈസമ്മോൻ്റെ ഓപ്പൺ ഹൗസ് ആയിരുന്നു. റേച്ചാൻ പോയിട്ട് അതുവഴി അങ്ങ് ഓഫീസിൽ പോകാമെന്നായിരുന്നു ചിന്തിച്ചത്. അപ്പോൾ റേച്ചാൻ റിസൾട്ട് കാണിക്കാൻ പ്രൈസമ്മോൻ ഫോൺ ചെയ്ത് പറഞ്ഞു, പപ്പ റിസൾട്ട് ഇവിടെ കൊണ്ടുവരണേന്ന്. അപ്പോൾ റേച്ചാൻ ചിന്തിച്ചെന്നാൽ വീട്ടിൽ വന്ന് അവനെ കാണിച്ചിട്ട് പോകാമെന്ന്. അപ്പോൾ റേച്ചാൻ പോയേക്കുക. അപ്പം റേച്ചാൻ അതും കൊണ്ട് വന്ന് അപ്പം കൺഗ്രാജുലേഷൻ കൊടുക്കുക അപ്പച്ചൻ. അപ്പം ഡിസ്റ്റിങ്ഷനൊക്കെ ടീച്ചർമാർ എഴുതി കൊടുത്ത് നല്ല മാർക്കാന്നൊക്കെ. അപ്പോൾ അവൻ എന്തിനാണെന്നോ ചെയറിൻ്റെ അവിടെ നിരുന്നത് അവനറിയാം അപ്പച്ചൻ അവന് കൊടുക്കുമെന്ന്. അപ്പോൾ അവൻ അന്ന് തൊട്ട് പറഞ്ഞ് അവന് സാൻഡ്വിച്ച് ഐസ്ക്രീം വേണമെന്ന്. അപ്പം പോൾമോനും ഇവനുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. പോൾമോനും ഇങ്ങനെ ഡാഡി കൊടുത്തിട്ടുണ്ട്. അവൻ അന്നേരം ഉടനെ ഇച്ചിരി ഇവൻ്റെ പ്രായത്തിലൊക്കെ അപ്പോൾ അവൻ ഉടനെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ തരും. ഇവരെന്ന് പറയുന്നത് എണ്ണിയിട്ട് ഇപ്പം പറയും ഇത് സെപ്പറേറ്റ് മമ്മി എടുത്ത് മാറ്റി വെച്ചേക്കണം, ഇതെടുക്കരുത് എന്നൊക്കെ നമുക്ക് ഓർഡർ തരും. എന്നിട്ട് പറയുന്നത് ഇതിൽ നിന്ന് എടുക്കരുത്, അല്ലാതെ അവന് വാങ്ങിച്ചു. അവിടെ പപ്പായും മോനോട് പപ്പാടുത്ത് പറയും, പപ്പ സാൻഡ്വിച്ച് ഐസ്ക്രീം വാങ്ങിയത് സാൻഡ്വിച്ച് ഐസ്ക്രീം വാങ്ങിയതെന്നും പറഞ്ഞു. അപ്പോൾ പപ്പ പറഞ്ഞു ഞാൻ വൈകിട്ട് വരുമ്പം കൊണ്ടുവരാമെന്ന്. അന്നും പറഞ്ഞില്ല വേണ്ട ഇപ്പം വാങ്ങിയിരുന്നു. പിന്നെ പപ്പ സെപ്റ്റോയിൽ ഓർഡർ ചെയ്തിട്ട് ഇത് വാങ്ങിച്ചു. എനിക്ക് പക്ഷേ ആ സാൻഡ്വിച്ച് ഐസ്ക്രീം അത്ര ഇഷ്ടമല്ല അങ്ങ് തിന്നത്തില്ലെന്നല്ല, മറ്റേ ഐസ്ക്രീമിൻ്റെ കൂട്ട് എനിക്ക് ഇതിനോട് അത്ര താല്പര്യമില്ല. എന്നാലും കഴിച്ചു കേട്ടോ, കഴിക്കാതൊന്നും ഇരിക്കുന്നില്ല. എന്നിട്ട് ഇവൻ പരീക്ഷ സമയത്ത് നമ്മൾ പറയാമല്ലേ, മാർക്കിങ് വരട്ടെ, മുട്ടപ്പൂച്ച വാങ്ങിച്ചോണ്ടിങ്ങി വാടാ, നിന്നെ ഞാൻ താഴെ വീടും, അത് ഇങ്ങനെ മൊബൈലും കണ്ടുകൊണ്ടിരുന്നോ, ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ പറയത്തില്ലേ. നമ്മളെന്തിനാ അങ്ങനെ പറയുന്നത്? അവർ പഠിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ ഒരമ്മമാരും ഒരപ്പന്മാരും മക്കൾ പഠിക്കാതെ ഇരിക്കില്ലെന്നുള്ള നമുക്ക് മനസ്സിലൊരു വിഷമമുണ്ട് അങ്ങനെ പറയുന്നതിന്. പക്ഷേ എങ്ങനെയും അങ്ങനെ ആയാലും അവരൊരു ചലഞ്ച് എടുത്ത് പഠിക്കട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളീ പറയുന്നത്. ഇങ്ങനെ ഈ ഗിഫ്റ്റ് തരാമെന്നൊക്കെ പറയുന്നത് അതും ശരിയല്ല. പിള്ളേർക്ക് ഗിഫ്റ്റ് തരാം എന്നാലേ നിങ്ങൾ പഠിക്കാമെന്നൊക്കെ അതൊക്കെ തെറ്റാണ്. പക്ഷേ ഇപ്പോൾ ഈ കൊച്ചു പ്രായത്തിൽ ഇങ്ങനെ ഈ പ്രായത്തിൽ നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് എങ്ങനെയും ഒന്ന് പഠിക്കട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളീ പറയുന്നത്. എന്തുവാന്ന് ഞാൻ ചിരിച്ചോണ്ട് അങ്ങോട്ട് പോയത്. അപ്പം റീച്ചാൻ പറഞ്ഞ് നീ ഞങ്ങൾക്ക് പാർട്ടി തരണമെന്ന്. അപ്പോൾ അവൻ പറയുക ഒരു ദിവസം കൊണ്ട് എൻ്റെ പൈസ എങ്ങനെ തീർക്കുന്നത്, നിങ്ങൾ എനിക്ക് പാർട്ടി താ, അതെടുക്കണ്ട എന്നും പറഞ്ഞ് വന്ന് എൻ്റെ അടുത്തും വന്ന് പറയുക കംപ്ലൈൻറ്റ്, നിങ്ങളല്ലേ എനിക്ക് പാർട്ടി തരണ്ടിയെന്ന്. ഞാൻ പറഞ്ഞു നീ കൊള്ളാലോടാ, പോൾമോൻ ഇതുവരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, നീ കൊള്ളാലോ. അവൻ പറ ആ പൈസ അപ്പച്ചൻ തന്ന പൈസ എടുക്കണ്ട, നിങ്ങളുടെ പൈസയും കൊണ്ട് എനിക്ക് പാർട്ടി നിങ്ങൾ എനിക്ക് താന്ന്. പിന്നെ എൻ്റെ അടുത്തും പറഞ്ഞു പറഞ്ഞല്ലോ മമ്മി, നീ മാർക്കിങ് കൊണ്ടുപോടാന്ന്. ഇപ്പം മനസ്സിലായോ? ഞാൻ പറഞ്ഞു മമ്മി ഇത്രയും കിടന്ന് എഫേർട്ട് എടുത്തിട്ടല്ലേ നിനക്ക് ഇങ്ങനെ നല്ല മാർക്ക് കിട്ടിയെന്ന്. ഇതിലൊന്നുമില്ല, വെറുതെയാണ്. അഞ്ചെണ്ണം 150 രൂപയെന്നേ കണ്ടാ കഴിച്ചാൽ പറഞ്ഞെന്ന് തോന്നുന്നു. സെപ്റ്റോയിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ച. ഞാനിവിടെ അവിയലിന് അരിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്കും കൊണ്ട് തന്നു ഇതാ സാധനം. അപ്പോൾ ആ ഷുഗർ ഫ്രീയുടെ ബിസ്ക്കറ്റ് ഉണ്ടല്ലേ, വെറുതെ പേരാ, അതിനകത്ത് മൊത്തം ഷോയേ ഉള്ളൂ, അകത്ത് 6-7 ബിസ്ക്കറ്റേ ഉള്ളൂ. അതിന് നല്ല വിലയുള്ള ബിസ്ക്കറ്റാണ്. ഇത്തിരി എന്തോ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നെന്ന് പറയുന്നു. അപ്പോൾ അവിയലിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ അരിഞ്ഞ് കഴുകിയെടുത്ത് ഇപ്പോൾ കുക്കറിൽ പെട്ടെന്ന് വേവിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അരപ്പൂട് അരച്ച് ചേർത്തിട്ടുണ്ട്.
അപ്പോൾ കഷ്ണങ്ങൾ കുക്കറിൽ ഇങ്ങനെ എളുപ്പം നമുക്ക് വേവിക്കാൻ താല്പര്യമുള്ളവർ ചെയ്യുവാണെങ്കിൽ കഷ്ണം അധികം വേവുണ്ടെങ്കിൽ ഈ ഒരു വിസിൽ വരുമല്ലേ, എന്നിട്ട് കുറച്ച് പ്രഷർ അങ്ങ് തുറന്ന് വിടണേ. അപ്പോൾ എനിക്കിവിടെ ഈ പിള്ളേർക്ക് കഷ്ണങ്ങളൊക്കെ വെന്ത് ഇച്ചിരി ചാറായിട്ട് കുഴഞ്ഞിരിക്കുന്നതല്ല ഇഷ്ടം, ഇച്ചിരി ചാറ് വേണം അതിൻ്റെ. അതുകൊണ്ട് ഞാൻ പ്രഷറൊന്നും അങ്ങനെ തുറന്ന് വിടാറില്ല. അതിൻ്റെ അകത്ത് ഇങ്ങനെ ആ പ്രഷർ തന്നെ ഇരുന്ന് വെന്തിങ്ങനെ എടുക്കുന്നതാണ് ഇവിടെ ഇഷ്ടം. ഈ പിള്ളേരൊക്കെ കഴിക്കണമെങ്കിൽ. അല്ലാതെ കഷ്ണം പോലെ കിടക്കണമെങ്കിൽ ഒരു വിസിൽ വന്നിട്ട് അതുപോലെ പ്രഷർ തുറന്നിട്ട് അത് ഇട്ടിരുന്നാൽ മതി. അപ്പോൾ അത് കഷ്ണങ്ങൾ വേവത്തില്ല. അപ്പോൾ ഞാനൊരു വിസിൽ അടിച്ചെടുത്തിട്ട് ഇതെല്ലാം നന്നായി ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല അടിപൊളി അവിയലായിരുന്നു. അവിയലിൽ ഇച്ചിരി ചേമ്പും കായൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ചിലരാണെങ്കിൽ അവിയലിൻ്റേതായ സാധനങ്ങളില്ലാതെ അവിയൽ വെക്കത്തില്ല, അത് വെച്ചേ ഉണ്ടാക്കത്തുള്ളൂ. നമ്മളിപ്പം കൈ കിട്ടിയതെല്ലാ കഷ്ണങ്ങളും ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. എങ്ങനെയും വയറ്റി ചെല്ലേണ്ടിയ കഷ്ണങ്ങളെല്ലാം കയ്യിൽ കിട്ടിയതെല്ലാം ഇട്ടിട്ടുണ്ട്. സാധാരണ പ്രൊഫഷണലിൽ ഓരോരുത്തർ ചെയ്യുവാണെങ്കിൽ ഏത്തയ്ക്ക, ചേമ്പ് ഇതൊക്കെയാണ് അവിയലിൻ്റെ മെയിൻ. അപ്പം ഞാൻ ലാസ്റ്റിൽ ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ടേ. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബറുണ്ട്, ഒരു അനിയൻകുട്ടിയാണ്. അപ്പോൾ വാട്സപ്പിലാണ് എനിക്ക് മെസ്സേജ് ഇടുന്നത്, പബ്ലിക്കായിട്ട് ഇടാറില്ല. ഞാനൊരു പ്രാവശ്യം അതിൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങളടുത്ത വീഡിയോയിൽ. അതിൻ്റെ അമ്മയുടെ കാര്യം, ചികിത്സാപ്പിഴവ് മൂലം അമ്മ മരിച്ചതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറയും, ചേച്ചി ഇങ്ങനെ കുക്കർ അവിയൽ വെച്ചു, ഇത്തിരി ഫ്ലോപ്പായിപ്പോയി, അത് അവൻ്റെ തന്നെ കുറ്റമാണ്, വെന്തുപോയി. അതാ ഞാൻ ഇന്നിപ്പോൾ എടുത്ത് പറഞ്ഞത്, കഷ്ണം വേവണ്ട എങ്കിൽ പ്രഷർ ഇത്തിരി തുറന്ന് വിടണമെന്നുള്ളത്. ചിലർക്ക് കഷ്ണം വേവാതെ കിടക്കുന്നതല്ലേ, വലിയ പെരണ്ടിരിക്കുന്നതല്ലേ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അവിയലും ചപ്പാത്തിയും കൂടെ കഴിക്കാൻ നല്ലതാണ്. അവിയലും ഇവിടെ വാങ്ങിക്കുന്ന വീറ്റ് ബ്രെഡ് ഉണ്ടല്ലേ, അതും കൂട്ടി കഴിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളെന്തൊക്കെ അയ്യേ ബ്രെഡും അവിയലൂടോ, നിങ്ങളൊന്ന് കഴിച്ച് നോക്കുക, നല്ലതാണ്. ആ വീറ്റ് ബ്രെഡിന് ഇച്ചിരി ഒരു മധുരം പോലെയുണ്ട്. അപ്പോൾ ഇതുകൂടെ ആകുമ്പം നല്ല അടിപൊളിയാണ്. അവിയൽ ഇന്നത്തേനേക്കാൾ ടേസ്റ്റ് നാളെ എടുക്കുമ്പോഴാണ്. ഇവിടെ ഇപ്പം വീട്ടിൽ അവിയൽ കഴിക്കാത്തത് റീച്ച മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും കഴിക്കും. കൊച്ചുങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് ഇപ്പം കഴിക്കുന്നത്. എന്നാലും കഷ്ണം ഇത്തിരി എടുക്കത്തില്ല, ഈ ചാറായിട്ട് ഇത്തിരി ഇട്ട് ഇളക്കി കഴിക്കും. അപ്പോൾ ഇന്നലത്തെ മോരുകറിയുണ്ട്, നമ്മുടെ തോരൻ ഉണ്ട്, അവിയലും റെഡിയായി. ഈ അവിയലുണ്ടെങ്കിൽ പിന്നെ വേറൊരു കൂട്ടാൻ്റെ ആവശ്യമേ ഇല്ല. അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ ഒന്ന് അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.